വിദേശ വിശേഷം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ. ഇന്നത്തെ വിദേശ വിശേഷത്തിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ട്രംപിന്റെ പുതിയ നടപടികളെക്കുറിച്ചാണ്. രാജ്യത്തുടനീളം അയൺ ഡോം മിസൈൽ പ്രതിരോധ കവചം നിർമ്മിച്ച് ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത്. അയൺ ഡോം മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സൈന്യത്തോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകശക്തികളിൽ പലരെയും ശത്രുക്കളാക്കിക്കൊണ്ടാണ് ബൈഡൻ തന്റെ അധികാര പദവി ട്രംപിന് നൽകിയത്. അതുകൊണ്ട് രാജ്യത്തെ സുരക്ഷിതമാക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമാണെന്നതിലും സംശയമില്ല. അമേരിക്കയുടെ പിന്തുണയോടെയായിരുന്നു ഇസ്രായേൽ അയൺ ഡോം യാഥാർത്ഥ്യമാക്കിയതെന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രായേൽ എയർസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്നാണ് യഥാർത്ഥ അയൺ ഡോം വികസിപ്പിച്ചത്. കവചത്തിന് ഏകദേശം 70 കിലോമീറ്റർ ദൂരമാണ്. മാത്രമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അവസാനമുണ്ടാകുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് അടുപ്പിച്ച നയമായിരുന്നു ബൈഡൻ ഭരണകൂടം കൈക്കൊണ്ടത്. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്ന ലക്ഷ്യത്തിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകളിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശവും ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിനും അറിയിച്ചിരുന്നു. മൂന്നാം ലോക മഹായുദ്ധം തടയാനുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. റഷ്യ ഒരിക്കലും അമേരിക്കയുമായി സംവാദത്തിന് മറ്റൊന്നും തന്നെ ഇതുവരെ പോയിട്ടില്ല. മാത്രമല്ല, അമേരിക്കയുടെ ഏത് ഭരണകൂടത്തെ നേരിടാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പുടിൻ വെളിപ്പെടുത്തി. പുടിനുമായി ചർച്ചയിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിച്ച് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പുടിനുമായി വളരെ വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയുണ്ടെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇരു നേതാക്കളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു ഫോൺ സംഭാഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. യുക്രൈന് തിരിച്ചടിയായി അമേരിക്കയുടെ വിദേശ വികസന സഹായങ്ങളെല്ലാം 90 ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ UN ഏജൻസികൾക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കാനും വിദേശ സഹായം ചുരുക്കാനും ട്രംപ് തന്റെ ആദ്യ ടേമിൽ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലെല്ലാം തന്നെ കാണപ്പെടുന്നത്. അപ്പോൾ സംഘർഷം രൂക്ഷമായപ്പോഴേക്കും അമേരിക്ക യുക്രൈന് ഗണ്യമായ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2025 ജനുവരിയിൽ യുക്രൈന് $500 മില്യൺ സൈനിക സഹായ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അമേരിക്കയെ വിശ്വസിച്ച് റഷ്യക്കെതിരെ ഇറങ്ങിത്തിരിച്ച യുക്രൈന് കിട്ടിയിരിക്കുന്നത് 8ന്റെ പണിയാണെന്ന് പറയാം. അതിനാൽ തന്നെ ട്രംപിന്റെ ഭരണകാലത്ത് റഷ്യ യുക്രൈൻ സംഘർഷം എങ്ങനെയാകുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. സൈനികരും പോലീസും രഹസ്യാന്വേഷണ വിഭാഗം തീവ്രവാദ വിരുദ്ധ നടപടി ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. പൗരന്മാർക്കും സുരക്ഷാ സേനയ്ക്കും നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പാലസ്തീൻ സുരക്ഷാ വക്താവ് പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭീകരതയെ തുടച്ചു നീക്കാനാണ് ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. നിലവിൽ നടക്കുന്ന ഓപ്പറേഷന് അയൺ ബോൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അഭയാർത്ഥി ക്യാമ്പിലെ അധിനിവേശം എന്നാണ് ജെനിൻ ഗവർണർ ഇതിനെ പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഇസ്രായേൽ കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനികളുടെ വീടുകൾക്കും അതുപോലെ വസ്തുവകകൾക്കും തീയിട്ട് ആക്രമണം നടത്തിയിരുന്നു. 21 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ തന്നെ അറിയിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അധികാരമേറ്റ ആദ്യ മണിക്കൂറിൽ തന്നെ ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ മാറ്റി എഴുതിയിരിക്കുകയാണ് പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനം, മാപ്പ് നൽകൽ തുടങ്ങി നിരവധി നയങ്ങളിൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വഴി ട്രംപ് പ്രധാനമായും കൊണ്ടുവന്നത്. US പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം വിനിയോഗിച്ചാണ് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നടപ്പിലാക്കിയത്. പക്ഷേ തുടർന്നുള്ള പ്രസിഡന്റുമാർക്കോ കോടതികൾക്കോ അവ റദ്ദാക്കാൻ കഴിയുന്നതാണെന്ന പ്രത്യേകതയും ഈ ഉത്തരവുകൾക്കുണ്ട്. ആദ്യ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രധാന ഉത്തരവുകൾ എന്നത് തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമായിരുന്നു. ഇതായിരുന്നു ട്രംപിന്റെ ആദ്യ ഉത്തരവായി പുറത്തു വന്നത്. വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിലും US അഭയാർത്ഥി പുനരധിവാസ പരിപാടി 4 മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന കുടിയേറ്റക്കാരുടെ US-ൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന വ്യവസ്ഥയും ട്രംപ് റദ്ദാക്കുകയുണ്ടായി. നിയമവിരുദ്ധമായിട്ടോ അതുപോലെ താൽക്കാലിക വിസകളിലോ US-ലുള്ള കുടിയേറ്റക്കാരുടെ മക്കൾക്ക് പൗരത്വത്തിനുള്ള അവകാശം ഈ നടപടിയെ തുടർന്ന് നഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ്. മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി അതിർത്തികൾ അടയ്ക്കാൻ ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മയക്കുമരുന്ന് സംഘങ്ങളെയും രാജ്യാന്തര കുറ്റവാളി സംഘങ്ങളെയും വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുന്ന നിർദ്ദേശത്തിൽ ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തു. മറുവശത്ത് അമേരിക്കൻ യുക്രൈൻ വാദങ്ങൾ ശക്തമാവുകയാണ്. യുദ്ധത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം യുക്രൈന് വെറുതെ പണം പാഴാക്കുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് വലിയ താല്പര്യമില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ മുൻ അനലിസ്റ്റും റിട്ടയർഡ് അമേരിക്കൻ എയർഫോഴ്സ് ലഫ്റ്റനന്റ് കേണലും. നിലവിൽ അമേരിക്കയുടെ വിദേശ സഹായങ്ങൾ 90 ദിവസത്തേക്ക് ട്രംപ് നിർത്തിവെച്ചെന്നും യുക്രൈന് കൈയൊഴിഞ്ഞുവെന്നതിന്റെ സൂചനയായി തന്നെയാണ് ഇതിനെ കാണുന്നത്. റഷ്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി അമേരിക്ക
അമേരിക്ക യുക്രൈനെ കാണുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണെന്നും വിലയിരുത്തലുകളുണ്ട്. അങ്ങനെയെങ്കിൽ യുക്രൈൻ ഇപ്പോൾ യാതൊരു വിധത്തിലും ഉപയോഗപ്രദമല്ലാത്ത ഒരു ഉപകരണമായി യഥാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞുവെന്നും പറയാം.